Good morning. എല്ലാരും വീഡിയോ ഓണാക്ക്. All of you. After a long time. കുറെ കാലമായി നമ്മൾ ക്ലാസ് എടുത്തിട്ട് അല്ലേ? നിങ്ങളെ +1 പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? +1 എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് മൈക്കോണാക്ക് എന്നിട്ട് പറയും. നിങ്ങളെ ശബ്ദമെങ്കിലും ഞാൻ കേക്കട്ടെ. എളുപ്പമുണ്ടായിരുന്നു എക്സാം? എക്സാം ഫിസിക്സ് പൊതുവെ നല്ല എളുപ്പമായിരുന്നു. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നോക്കെ. ഓക്കെ, അപ്പം +2 ഇനിയിപ്പം +1 ചൊറകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടൂലേ? അപ്പൊ പിന്നെ ഇമ്പ്രൂവ് ചെയ്യണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി +2 മാത്രം പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, റിസൾട്ട് ഒക്കെ ഒരു 3 മാസം കഴിഞ്ഞാൽ വരും. അപ്പം ഫുൾ A+ ഒക്കെ കിട്ടും. അപ്പൊ എനിക്ക് ലഡുക്കെ വാങ്ങിത്താ. പിന്നെ സെക്കൻഡ് ഇയറിന്റെ ചാപ്റ്ററിന്റെ ഒരു കിടപ്പ് വശം എന്താന്ന് ചോദിച്ചാൽ, ഫിസിക്സില് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഷീൽഡിങ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്താന്ന് അതൊന്ന് നോക്കിക്കേ. ആ ഒറ്റ സാധനം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് അവസാനത്തേക്ക് നോക്കിയാൽ മതി, ഏറ്റവും ലാസ്റ്റ്. നമ്മള് ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ചാർജഡ് ഷീറ്റ് പഠിപ്പിച്ചിട്ടുണ്ടാവും ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് വരുന്നത്. അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നോക്കിയാണ്? ഇല്ല സർ, അത് ഞാൻ പഠിപ്പിച്ചില്ല. ഷീൽഡിങ് എന്താന്ന് പഠിപ്പിച്ചില്ല. ഓക്കെ, ശരി ശരി ശരി, എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. കഷ്ടപ്പെടണ്ട, നോക്കി ബുദ്ധിമുട്ടണ്ട, കഷ്ടപ്പെടണ്ട, ഞാൻ പഠിപ്പിച്ചുതരും. നിങ്ങൾ ഇവിടെ കേട്ടിരുന്നാ മാത്രം മതി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. പറയട്ടെ. പിന്നെ മക്കൾസ്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പം നിലവിൽ നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് ഒക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻസ്, നിങ്ങളിപ്പം ഇത് ഏത് രീതിക്കാ ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ പോവാ, ഓൺലൈൻ കണ്ടിന്യൂഡ് ആവോ, ഓഫ്ലൈൻ എന്നാ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറ്റിയിട്ട്, ഇപ്പൊ ട്യൂഷൻ ക്ലാസ്സിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ചില ആൾക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും. ഞാൻ വോയിസ് ഒക്കെ ഇട്ടതാണ് ഗ്രൂപ്പിൽ, എന്നാൽ പോലും ട്യൂഷൻ ക്ലാസ്സിൽ എന്നാ ഓഫ്ലൈൻ തുടങ്ങുക, പണ്ടത്തെ പോലെ എന്നാ ക്ലാസ്സിൽ വരിക എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സിസ്റ്റം തന്നിട്ടില്ലേ ഓൺലൈൻ? ഇല്ലേ? ഇതൊരു പെർമനന്റ് ടൈം ടേബിൾ അല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ മാക്സിമം ഈ സിസ്റ്റം നമ്മൾ ഒരു 1.5 ആഴ്ച ഫോളോ ചെയ്യും മാക്സിമം. അത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങും. നവംബർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങും. അതിനെ മുന്നേ തുടങ്ങാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരാഴ്ച 1.5 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് ഓൺലൈൻ തുടങ്ങാനുള്ള പരിപാടികളാണ്. അപ്പൊ മാക്സിമം ഒരു 1.5 ആഴ്ചക്ക് നിങ്ങൾക്ക് ഇനി ഓൺലൈൻ സഹിക്കേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ വേറൊരു സിസ്റ്റത്തിലേക്കാണ് പോവുക. മനസ്സിലായോ? ചിലപ്പം ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിരിക്കും. അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ആലോചിച്ച് പറയും. എന്തായാലും നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഓക്കെ, ആ ഒരു രീതിക്കാണ് പോവുക. പിന്നെ തിയറി പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കുക. നിങ്ങൾക്കിപ്പം നമ്മുടെ മാത്സ് നല്ല മുന്നിലാണ്. മാത്സ് ഇപ്പൊ ഞാൻ അങ്ങനെ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ
ഇത് കഴിഞ്ഞു, റിലേഷൻ ഫങ്ഷൻസ് കഴിഞ്ഞു, ഇൻവേഴ്സ് ട്രിഗണോമെട്രി കഴിഞ്ഞു, മെട്രിക്സ് കഴിഞ്ഞു, ഡിറ്റർമിനന്റ് കഴിഞ്ഞു, മെട്രിക്സ് ഡിറ്റർമിനന്റ് കഴിഞ്ഞു, അതേമാതിരി തന്നെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലെ LPP കഴിഞ്ഞു, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലെ എന്ത് കഴിഞ്ഞു? മാത്സ് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ പിന്നെ മാത്സ് കഴിഞ്ഞു. പിന്നെ ആകെയുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ്, പിന്നെ ഒരു കടലാണ്. ഇന്റഗ്രേഷൻ കുറേ പഠിക്കാറുണ്ട്, ഇന്റഗ്രേഷനും അപ്ലിക്കേഷനും. ഓക്കെ, അതുകൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാത്സ് കഴിഞ്ഞു. പിന്നെ കുറച്ചേ ഉള്ളൂ. ഫിസിക്സ് ആണ്. പിന്നെ ഫിസിക്സ് നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞു. അതേമാതിരി ഇപ്പൊ ഈ ചാപ്റ്റർ ലാസ്റ്റ് ഫൈനൽ ടോപ്പിക് ആണ്, ഇതും കഴിഞ്ഞു. ഇനി ശനിയാഴ്ച ദിവസങ്ങളിൽ KK സാർ കയറും. ശനിയാഴ്ച ഞാനും KK സാറും പാരലൽ ആയിട്ടാണ് പോകുന്നത്. ശനിയാഴ്ച മൂപ്പര് കയറിയിട്ട് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം തുടങ്ങി വെക്കും. ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കണ്ടിന്യൂ ചെയ്യും, സാറ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം തുടങ്ങി വെക്കും. കെമിസ്ട്രി ഷിനോയ് സാറ് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സോളിഡ്സ് കഴിഞ്ഞു, സൊല്യൂഷൻസ് കഴിഞ്ഞു. ഇലക്ട്രോ കെമിസ്ട്രി ഇന്നലെ എടുത്തു അല്ലേ? ഓക്കെ. പിന്നെ സോളജി ബോട്ടണി ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആ രീതിക്കാണ് പോകുന്നത്. റെഡി അല്ലേ? അപ്പൊ നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ടൈറ്റ്നെസ് വരും. അതായത് സ്കൂളിലെ ഷെഡ്യൂളും നമ്മളുടെ ഷെഡ്യൂളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു കൺജങ്ഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് പറയാം, നിങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ടൈം ടേബിൾ ഇടുക. എപ്പോഴും നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെ വിളിച്ചു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് സ്കൂളത്തെ ഒരു സിസ്റ്റം നോക്കിയിട്ടാണ് ടൈം ടേബിൾ എപ്പോഴും സെറ്റ് ചെയ്യല്. ഓക്കെ. ഇപ്പൊ CB-ക്കാർക്കൊക്കെ ഈ സമയം വിഷയമില്ലല്ലോ. 8:15 9:15 ഒന്നും വിഷയമില്ലല്ലോ. രാമനാട്ടരൊക്കെ എന്താ സ്ഥിതി? രാമനാട്ടര ആരുണ്ടോ? ഐസറുകാർ ഇല്ല, കാണില്ലേ? കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ പൊതുവിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വിഷയമില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് ബേജാറാവണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളെ വിളിച്ചോ. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പണ്ടും ഒരുപാട് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ തിയറി നല്ല ബേസ് ആക്കി വെച്ചോ. തിയറി, അതിന്റെ കാരണം എന്താ വെച്ചാൽ +2 കഴിഞ്ഞാൽ കുറച്ച് എൻട്രൻസ് പരീക്ഷ അതൊക്കെ ആയിട്ട് വരും. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കലും എഞ്ചിനീയറിംഗും മാത്രമല്ല, ഇഷ്ടം പോലെ എൻട്രൻസുകൾ വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ. ഏത് ബുക്ക് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ ഇനി +1ന്റെ ബേർഡൻ ഇല്ലല്ലോ. +1 ഇപ്പൊ ഏകദേശം കഴിഞ്ഞില്ലേ, +2 മാത്രമല്ല ഇനി പഠിക്കാനുള്ളൂ. നിങ്ങൾ നന്നായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ. കാരണം ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാംസിന്റെ ഡേറ്റ് വന്നോളൂ. ഇപ്പൊ ഒക്ടോബർ കഴിയാനായി. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് എല്ലാ ഓൾ ഇന്ത്യ എൻട്രൻസും വരുന്നത്. ഞാൻ പറയുന്നത് മെഡിക്കലും എഞ്ചിനീയറിംഗും മാത്രമല്ല. ഓക്കെ. ബാക്കിയുള്ള ഈ സാധാ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പോകുന്ന ട്രാക്ക് തന്നെ ധാരാളമാണ്. നിങ്ങൾ തിയറി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വലിയ സംഭവമൊന്നും കാര്യമൊന്നും കിട്ടിയില്ലെങ്കിൽ തിയറി നല്ല സ്ട്രോങ് ആണെങ്കിൽ പഠിച്ചു പോകും. കുറച്ച് ഒബ്ജക്റ്റീവ്സ് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. മക്കളെ, നിങ്ങൾ ഇപ്പൊ ഇനിയും തണുത്ത് നിൽക്കരുത്. കാരണം നിങ്ങൾ കേട്ട് വെച്ചോ, +1ലെ പിള്ളേർ, ഇപ്പം നിങ്ങളെ ജൂനിയേഴ്സ് ആയിട്ട് +1ൽ കയറി വന്ന പിള്ളേരോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറെ കുട്ടികൾ നേരിട്ട് വിളിക്കുക, അതേമാതിരി ഓഫീസിലേക്കൊക്കെ വന്ന് എന്റെ കയ്യിലുള്ള കുറച്ച് ബുക്കൊക്കെ വാങ്ങിക്കൊണ്ടേ NDA പ്രിപ്പയർ ചെയ്യണം. അതേമാതിരി തന്നെ ഇതിലേക്ക് മറ്റേ ഐസറിലേക്ക് പ്രിപ്പയർ ചെയ്യണം, നൈസർ പ്രിപ്പയർ ചെയ്യണം. അതേമാതിരി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ഒരുപാട് എൻട്രൻസുകൾ അവിടെ ഇവിടേക്ക് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു എൻട്രൻസ് കോച്ചിങ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കണ്ട. ഓക്കെ. ഇതൊക്കെ കോച്ചിങ്ങിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പർ എഴുതണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം കേട്ടോ. അതിനനുസരിച്ച് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരും. ക്ലിയർ ആണോ? കോണ്ടാക്ട് ചെയ്യാം. അതിനൊന്നും നോക്കുക. നിങ്ങള് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡിഗ്രി എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റ് കോളേജിൽ പ്രത്യേകിച്ച് സയൻസ് ഡിഗ്രി സീറ്റ് കിട്ടാൻ നല്ല മാർക്ക് വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രശ്നം, നിങ്ങളെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഏകജാലത്തിന്റെ ഒരു വിഷയമാണ്. 94% മാർക്ക് +2ന് കിട്ടിയിട്ടും അലോട്ട്മെന്റ് സീറ്റ് കിട്ടാത്ത പിള്ളേരുണ്ട്. 95% കിട്ടിയിട്ടും ഒക്കെ പിള്ളേർ ഇഷ്ടംപോലെ സീറ്റ് കിട്ടാത്ത പിള്ളേരുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചോ. ഗവൺമെന്റ് കോളേജിലേക്ക് സീറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തോ, വിഷയമില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കണ്ണ്
ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് പരീക്ഷ, അതായത് യൂണിവേഴ്സിറ്റീസ് എക്സാംസിലേക്ക് നിങ്ങൾ നോക്കി വെച്ചോ. ഹെൽപ്പ് ഒക്കെ ഇതേ തിയറിയാണ്, ഈ ജസ്റ്റ് നിങ്ങളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് തിയറി അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ട് വലിയ സംഭവമൊന്നും വേണ്ട. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് നോക്കി വെക്കുക, നിങ്ങൾക്ക് നല്ലതാണ്, പഠിക്കുക. റെഡിയാണോ? അപ്പൊ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, നിങ്ങൾ ബേജാറാവുന്നു വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു ഇപ്പം CUSET എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, കുസെറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. 10ാം ക്ലാസ്സും +1 +2 ബേസ് ആണ്. വെറും 10ാം ക്ലാസ് +1 +2 ടെക്സ്റ്റ് ബുക്കിലെ മാത്രം, അല്ലാതെ വേറെ കോച്ചിങ് കയറി വലിയ എൻട്രൻസ് സംഭവം ഒന്നും വേണ്ട. സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ നീറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ എളുപ്പമുള്ള എക്സാം എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. സീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കുറെ സ്ഥലത്തൊക്കെ അവിടെയൊക്കെ പോയി പഠിക്കാം, സീറ്റ് കിട്ടും നല്ല യൂണിവേഴ്സിറ്റീസിൽ. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാംസിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നാണ് ഇതിന്റെ പരിപാടികളൊക്കെ തുടങ്ങുക, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോണം. മനസ്സിലായോ? വെറുതെ പൊട്ടന്മാരായി പോരുത്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചോണം. ക്ലിയർ അല്ലേ? അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ അങ്ങനെ പറയുന്നതിൽ ഒരുപാട് പരിമിതി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് കുറച്ച് ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കുറെ ബുക്ക് ഉണ്ട്, അത് ഞാൻ വേണം നിങ്ങൾക്ക് തരാം. കുറച്ച് ബുക്ക് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഈ ബുക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സാണ്, കുറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരും, നിങ്ങൾ ചോദിച്ചാൽ മതി. കുറെ ബുക്ക് ഉണ്ട്, +1 +2 ബുക്സാണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബുക്ക് തീരണ വരെ നിങ്ങൾക്ക് അങ്ങനെ തരാം. നിങ്ങൾ വാങ്ങിയിട്ട് തന്നെ തിരിച്ചു തന്നാൽ മതി കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കിടപ്പ്. റെഡി അല്ലേ? ഇവിടെ ശ്രദ്ധിക്കാം. മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചിട്ടും ഫീൽഡിനെ കുറിച്ചിട്ടും. ഞാൻ ചെറിയൊരു റൗണ്ട് അപ്പ് തരാം, അതിനുശേഷം ഞാൻ അതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിലേക്കും കാര്യത്തിലേക്കും ഒക്കെ പോകാം. നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു, ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു റൗണ്ട് അപ്പ് തരാം. ശ്രദ്ധിച്ച് കേൾക്കാം. ഇലക്ട്രിക് ചാർജും ഫീൽഡും. ഓക്കെ മക്കളെ, നിങ്ങൾ അറിയാം മാസിന്റെ കൂടെ നിൽക്കുന്ന ഒരു എക്സ്ട്രാ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ചാർജ്. ചാർജിനെ നിങ്ങൾ Q എന്ന് പറയുന്ന ഒരു സിംബൽ കൊണ്ടാണ് സൂചിപ്പിക്കുക. 2 ടൈപ്പ് ചാർജ് ആണുള്ളത്, പ്ലസ് ചാർജും മൈനസ് ചാർജും. ഒരു സർഫസിൽ ചാർജ് സ്റ്റാറ്റിക് ആയിട്ട് വെറുതെ നിൽക്കുന്നതിനെ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ആയിട്ട് പഠിക്കും. ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കേസിൽ ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാതെ വെറുതെ ഒരു സർഫസിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു ഫ്രീ ചാർജ് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാം. ഒരു ചാർജിനെ നമ്മളൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഇൻഫ്ലുവൻസീവ് ഏരിയ, അതായത് ആ ചാർജിന് അതിന്റെ ചുറ്റുവട്ടത്തേക്ക് ഒരു ഇൻഫ്ലുവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ചാർജ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ ഇലക്ട്രിക്കൽ എൻവിയോൺമെന്റ് അറൌണ്ട് എ ചാർജ്. ഒരു ഇലക്ട്രിക്കൽ എൻവിയോൺമെന്റ്, ഒരു വൈദ്യുത പരിസരം, ഒരു ഇലക്ട്രിക് എൻവിയോൺമെന്റ് ഒരു ചാർജിന്റെ ചുറ്റും ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇത് നമുക്കറിയാം. അതേമാതിരി തന്നെ നിങ്ങൾ കുളുംസ് ലോ ഒക്കെ പഠിച്ച ആൾക്കാരാണ്. 2 ചാർജ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ 2 ചാർജിന്റെ ഇടയ്ക്ക്, 2 സ്റ്റാറ്റിക് ചാർജിന്റെ ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് കുളും ഫോഴ്സ്. F is equal to 1/4πε0 Q1 Q2/r² എന്നുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫൈനലി നിങ്ങൾ വന്നത് ഗോസ് തിയറത്തിലേക്കാണ്. ഫീൽഡ് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ഡൈപോൾ ഒക്കെ പഠിച്ചതിന് ശേഷം ഗോസ് തിയറത്തിലേക്ക് വന്നു. ഗോസ് തിയറത്തിൽ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റഗ്രൽ E.ds is equal to Q/ε0 എന്നാണ്. അതായത് ഒരു ക്ലോസ്ഡ് ഒരു ചാർജിന്റെ ചുറ്റിലും നിങ്ങൾ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക. ഒരു ചാർജ് എടുക്കുക, അതിന്റെ ചുറ്റിലും ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഈ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിനെ നിങ്ങൾ ഗോഷിയൻ സർഫസ് എന്നാണ് വിളിക്കുക. ആ സർഫസിൽ കൂടെ വരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആ എൻക്ലോസ്ഡ് ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. എന്ന് വെച്ചാൽ φ is equal to Q/ε0. φ എന്ന് വെച്ചാൽ ആ സർഫസ് കൂടെ പുറത്തു വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. ഇതാണ് ഗോസ് തിയറം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ E.ds, ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds is equal to Q/ε0.
നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് പല കേസുകളിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് എന്തിനാ മോനെ അല്ലെങ്കിൽ എന്തിനാ മോളെ നമ്മൾ ഗോസ് തിയറം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആകെ ഒറ്റ ഉത്തരേ അതിനുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, ചാർജ് അറേഞ്ച്മെന്റ്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. നമ്മൾ ലീനിയർ ചാർജ്, പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഗോസ് തിയറം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ലൈൻ ചാർജിന്റെ ഒരു ലൈൻ എടുത്തിട്ട് അതിൽ ഇങ്ങനെ ചാർജസ് വരിവരിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ലീനിയർ ചാർജ് ലാംഡ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോസ് തിയറം വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. സർഫസ് ചാർജ്, ഇപ്പൊ ചാർജിന്റെ ഷീറ്റ്, ഇപ്പൊ ഞാൻ അവസാനം ചെയ്ത് പഠിപ്പിച്ച സാധനം, ചാർജിന്റെ ഷീറ്റ് വെച്ചിട്ട് അതിനുള്ള ചാർജ് അറേഞ്ച്മെന്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ മെത്തേഡ്സ് ആണ്. റെഡി അല്ലേ? അപ്പൊ ഇനി അവസാനമായിട്ട് ഞാൻ ഇപ്പൊ ഗോസ് തിയറത്തിന്റെ ഏറ്റവും ഫൈനൽ ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു ചാർജ് ഷെല്ല്, ഒരു ചാർജ് ഷെല്ലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ ഇല്ലല്ലോ? ഓക്കെ അല്ലേ നിങ്ങൾ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, ചാപ്റ്ററിലേക്ക് ഞാൻ മൂവ് ചെയ്യട്ടെ? ഓക്കെ, ചാപ്റ്ററിന്റെ ഒരു ഫൈനൽ ടോപ്പിക് ആണ് ഇത്. കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കടക്കും. ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ. എന്റെ കയ്യിൽ ഒരു ഷെല്ലുണ്ട്. ഷെല്ല് മക്കളെ, ഒരു ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളില് പൊള്ളയായിരിക്കും, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഷെല്ല് പുറന്തോട് മാത്രം. ഓക്കെ, അതിന് നമ്മൾ ഷെല്ല് എന്ന് പറയാം. ഉള്ളില് വാക്കാലി ആയിരിക്കും, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പുറമെ ഉള്ള ഒരു സാധനം തന്നെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഷെല്ല് എന്ന് പറയാം. ഓക്കെ, ഷെല്ല്. അപ്പൊ ഇതിന്റെ പുറത്ത് ചാർജസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ആ ഷെല്ലിന്റെ റേഡിയസ് നോക്കുക നിങ്ങൾ. ആ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ചാർജസ് ഇങ്ങനെ ഷെല്ലിന്റെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, യൂണിഫോംലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷെല്ലിന്റെ പുറത്ത്. ഇതൊരു കണ്ടക്ടീവ് ഷെല്ലാണ്. ചാർജസ് ഇതിന്റെ പുറത്ത് വെറുതെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഇതൊരു ചാർജ് അറേഞ്ച്മെന്റ് ആണ്. ഈ ചാർജ് അറേഞ്ച്മെന്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. മക്കളെ ശ്രദ്ധിക്കുക നിങ്ങള്, നമ്മളിവിടെ 3 റീജിയൺ ആണ് എടുക്കുക. ശ്രദ്ധിക്കണം എല്ലാവരും, നമ്മളിവിടെ 3 റീജിയൺ ആണ് എടുക്കുക. വീഡിയോ ഒക്കെ എല്ലാവരും ഓൺ ആക്കി വെക്കണം. വെറുതെ ഇതിലും പഠിപ്പിക്കൽ. നിങ്ങൾ വലിയ മക്കളായില്ലേ, റേഞ്ചിന്റെ പ്രശ്നമില്ലാത്ത ആൾക്കാർ ജെനുവൻലി നല്ലപോലെ ക്ലാസ്സിലിരുന്ന് വീഡിയോ ഓൺ ആക്കി വെക്കും. ഇന്നിങ്ങനെ പറയിപ്പിക്കില്ല, എനിക്ക് ഒരു ഇഷ്ടമില്ല ഇത് പറയാൻ. വീഡിയോ ഓൺ ആക്കി വെക്കല്ല. റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളവർ ഓഫ് ആക്കിയിട്ടു, ഞാൻ ഒന്നും പറയുന്നില്ല. വീഡിയോ കാണാത്തവർ ഓഫ് ആക്കിയിട്ടോ, അതല്ലാത്തവർ ഓൺ ആക്കിയിട്ടു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 3 റീജിയൺ ആണ് നമ്മുടെ പ്രശ്നം. ഒന്നാമത് ഇതിന്റെ ഉൾവശം, അതായത് ഇൻസൈഡ്, ഉൾഭാഗം. രണ്ടാമത്തത് ഇതിന്റെ സർഫസ്. മൂന്നാമത്തത് ഔട്ട് ഓഫ് ദി ഷെല്ല്. മൂന്നാമത്തത് ഔട്ട് ഓഫ് ദി ഷെല്ല്. അവിടെ റേഡിയസ് ഞാൻ എടുക്കുന്നത് സ്മോൾ ആണ്. സ്മോൾ ആണ്. ഓക്കെ, അപ്പൊ മക്കളെ, നിങ്ങളുടെ ഫിസിക്സ് നോട്ട്ബുക്കിൽ ഒരു ചെറിയ ഹെഡിങ് കൊടുക്കുക. ആ ഷെല്ലിന് ശേഷം ചെറിയൊരു ഹെഡിങ് കൊടുക്കുക. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ കൊടുത്തോ? യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ. ശ്രദ്ധിക്കാം മക്കളെ, യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെല്ല് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ഇങ്ങനെ കൊടുത്തോ, എ പോയിന്റ് ഔട്ട് ഓഫ് ദി ഷെല്ല്. പോയിന്റ് അറ്റ് ദ പോയിന്റ് ഔട്ട് ഓഫ് ദി ഷെല്ല്, അല്ലെങ്കിൽ ഫീൽഡ് അറ്റ് ഔട്ട് ഓഫ് ദി ഷെല്ല്. ഔട്ട് ഓഫ് ദി ഷെല്ല്. ഔട്ട് ഓഫ് ദി ഷെല്ല്.
fillet out of the shell. മക്കളെ നിങ്ങൾക്കറിയാം ഔട്ട് ഓഫ് ദി ഷെല്ല് ഇതാണ് കണ്ടീഷൻ. സ്മോളർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ, അതായത് ഷെല്ലിന്റെ റേഡിയസിനെക്കാളും കൂടുതലാണ് ആർ. ഓക്കെ, ശ്രദ്ധിച്ചോളാം മക്കളെ. നമുക്കറിയാം ഫ്ലക്സ് ഫൈ ഇസ് ഇക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഇക്വൽ ടു q by epsilon 0. Phi equal to closed integral E dot ds is equal to q by epsilon 0. മക്കളെ ഇത് ഗോസ് തിയറമാണ്, പെർഫെക്റ്റ് പക്ക ഗോസ് തിയറമാണ്. ഇതിൽ വേറെ ഒരു ഡെക്കറേഷനും ഞാൻ കൊടുത്തിട്ടില്ല. ഗോസ് തിയർ ആണ്, ഇപ്പൊ പക്ക ഗോസ് തിയറം. ഇതാണ് ഫ്ലക്സ് ആണ്, ടോട്ടൽ ഫ്ലക്സ് ആണ്, സർഫസിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ്. Phi is equal to integral E dot ds. കുട്ടികൾക്ക് ആകെ ഡൗട്ട് തോന്നുന്ന കാര്യം എന്താണ് ഡി എസ്. മക്കളെ ഡി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വലിയ സർഫസ് കണ്ടോ, ഞാൻ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തേ. ഇത് നമ്മൾ ഷെല്ലാണ്, ഈ നടുക്കിൽ ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് വരച്ചു വെച്ച നമ്മൾ ഷെല്ലാണ്. അതിന്റെ ചുറ്റിലും ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തൊരു ഒരു വലിയൊരു സർഫസ് കാണുന്നുണ്ടോ, നിങ്ങൾ സ്ഫെറിക്കൽ സർഫസ് കാണുന്നുണ്ടോ മക്കളെ? അത് ഞാൻ കൺസിഡർ ചെയ്ത് വെച്ച സാധനം, അതുകൊണ്ടാണ് ഞാൻ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് എന്റെ ഗോഷ്യൻ സർഫസ്. മനസ്സിലായോ? ഈ സ്ഫിയറിന്റെ ചുറ്റിലും ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഗോഷ്യൻ സർഫസ്. ഇപ്പൊ ഇതിന്റെ ഔട്ട്വേർഡിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ് മക്കളെ. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെട്ടുകൊണ്ട് ഞാനൊരു സ്ഫിയർ ഇതിന്റെ ചുറ്റിലും കൺസിഡർ ചെയ്യാണ്. ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഞാൻ എന്റെ ഷെല്ലിന്റെ ചുറ്റിലും ഒരു പോയിന്റ്, ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യാണ്. അതാണ് എന്റെ ഗോഷ്യൻ സർഫസ്. ആ ഗോഷ്യൻ സർഫസിന്റെ ചെറിയൊരു ഭാഗം, that is what is known as ds. ds എന്ന് പറഞ്ഞാൽ ഗോഷ്യൻ സർഫസിന്റെ ചെറിയ ഒരു സർഫസ് ഏരിയ ആണ്. ഗോഷ്യൻ സർഫസിന്റെ ചെറിയൊരു ഭാഗമാണ്, അല്ലാതെ ഷെല്ലിന്റെ ഭാഗമല്ല. മനസ്സിലായോ? ഗോഷ്യൻ സർഫസിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ ഡി എസ്. പലർക്കും കൺഫ്യൂഷൻ വരും, ഡി എസ് എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇപ്പം ഷീറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഡി എസ് അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഡി എസ് എന്ന് പറഞ്ഞാൽ ഗോഷ്യൻ സർഫസിന്റെ ഒരു സ്മോൾ പോർഷൻ, അതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. ഇതാണ് അതിന്റെ സ്മോൾ പോർഷൻ ആണ് ഡി എസ്. മക്കളെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മുതലായതുകൊണ്ട് ഞാൻ അതിനെ വലിച്ച് പുറത്തെടുക്കും. ഈ ഇന്റഗ്രൽ ഡി എസ് ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നെഴുതും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്, അതായത് സർഫസ് ഏരിയയുടെ ഇന്റഗ്രേഷൻ. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് ഞാൻ അവിടെ എഴുതാൻ കാരണം നിങ്ങൾക്കറിയാം, ഗോസ് തിയറം എപ്പോഴും വാലിഡ് ആവുക ഒരു ക്ലോസ്ഡ് സർഫസിലാണ്. എന്റെ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ക്ലോസ്ഡ് ഇന്റഗ്രേഷൻ എടുത്തത്. ഈ ക്ലോസ്ഡ് ഡി എസ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഇക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ അല്ലേ മക്കളെ? ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഇന്റഗ്രൽ ഡി എസ്, ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സർഫസ് ഏരിയ ആണ്. അതിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കിട്ടുക. എന്റെ ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ ഏരിയ എന്താ മക്കളെ? ടോട്ടൽ ഏരിയ 4πr² അല്ലേ ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാല്? അല്ലേ, ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² അല്ലേ? യെസ് യെസ് യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇൻറ്റു 4πr². ഒരിക്കലും ക്യാപിറ്റൽ ആർ എടുക്കരുത്, എന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. അപ്പൊ 4πr² ഇങ്ങനെ. ഇതാണ് ആ വലിയ സർഫസിന്റെ സർഫസ് ഏരിയ. ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതും. ഈനെ ഞാൻ അവിടെ തന്നെ നിർത്തും, കാരണം ഇലക്ട്രിക് ഫീൽഡിക്ക് വേണ്ട സാധനമാണ്. ബാക്കിയുള്ളതിനെ ഞാൻ അടിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താ കിട്ടുക എനിക്ക്? ക്യൂ ബൈ 4πε0 r² എന്ന് വരും. ഈസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 r² എന്ന് വരും. ഇങ്ങനെ ഈ എപ്സിലോൺ ആയിട്ട് നിങ്ങൾ വായിക്കുന്നു. ഈസിക്കൽ ടു ക്യൂ ബൈ 4πr², 4πε0 r² എന്ന് വരും. മക്കളെ ഇതാണ് ഔട്ട്വേർഡില്, അതായത് നമ്മുടെ ഷെല്ലിന്റെ പുറത്ത് നിങ്ങൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇതായിരിക്കും. ഇത് നിങ്ങൾ ഗോസ് തിയറം വെച്ച് കണ്ടുപിടിച്ചാണ്. ഓക്കെ, നിങ്ങൾ ഈ ഷെല്ലിന്റെ പുറത്ത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇതാണ്. നമ്മളത് ചെയ്തത് ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പോയിന്റ് ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കും, എന്നിട്ട് അതിൽ നമ്മൾ ഗോസ് തിയർ അപ്ലൈ ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. ഇതാണ് പരിപാടി. മനസ്സിലായോ ഇത്? ആണോ? Is it okay or not? Yes, sir.
അങ്ങനെയാണെങ്കിൽ ഇത് ബോർഡ് നോക്കി കോപ്പി അടിക്കാതെ ഒറ്റയ്ക്കൊന്ന് ചെയ്താൽ, ബോർഡ് നോക്കി കോപ്പി ചെയ്യാതെ ഒറ്റയ്ക്കൊന്ന് ചെയ്താൽ എളുപ്പമാണ്. ഇതങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെന്നേ, എളുപ്പം. ഓക്കെ അല്ലേ? ഞാൻ വായിച്ചോട്ടെ? വായിച്ചോട്ടെ? ഇനി ഓൺ ദി ഷെൽ, അതായത് ഷെല്ലിന്റെ മുകളിൽ, ഷെല്ലിന്റെ മുകളിൽ ഷെല്ലിന്റെ മുകളിൽ എന്താ സ്ഥിതി എന്നുള്ളത് നോക്കാം. ഷെല്ലിന്റെ മുകളിൽ എന്താ സ്ഥിതി എന്നുള്ളത് നോക്കാം. നോക്കൂ നിങ്ങൾ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഒരു ചോദ്യം വരും, സാറേ ഇവിടെ എങ്ങനെയാണ് ഗോഷ്യൻ സർഫസ് എടുക്കേണ്ടത്? മക്കൾ, ഇവിടെ ഗോഷ്യൻ സർഫസ് നിങ്ങൾ എക്സ്ട്രാ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഷെൽ ഓൾറെഡി ഒരു ക്ലോസ്ഡ് സാറാണ് അല്ലെ. അപ്പൊ ഈ ഷെല്ലിന്റെ സർഫസ് തന്നെ നിങ്ങൾക്ക് ഗോഷ്യൻ സർഫസ് ആക്കി ഇവിടെ എടുക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഷെല്ല് ഒരു ക്ലോസ്ഡ് സാധനമല്ലേ. അപ്പൊ ഷെല്ലിന്റെ സർഫസിന്, ആ ഷെല്ല് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ടും അതിനെ ഗോഷ്യൻ സർഫസ് ആയിട്ടും എടുക്കാം. അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനെ പുറത്ത് ഇടും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഡി എസ് എന്ന് വെച്ചാൽ സ്മോൾ സർഫസ് ഏരിയ ആണ്. ഇങ്ങനൊരു ചെറിയൊരു കുഞ്ഞൊരു സർഫസ് ഏരിയ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഷെല്ലിന്റെ സർഫസ് ഏരിയ കിട്ടും. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് കിട്ടുക? ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ, എന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് കിട്ടുക. ഇ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4π എപ്സിലോൺ 0 ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സെയിം ഒന്നുമില്ലടാ, റേഡിയസിൽ മാത്രം മാറ്റം വരുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ഫോർമുലയിൽ നിന്ന് റേഡിയസിൽ മാത്രം മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഗോഷ്യൻ സർഫസ് കുറച്ച് ചെറുതായി, അത്രയേ ഉള്ളൂ. റേഡിയസിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. നമ്മൾ ചെയ്ത വെച്ച സാധനങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? കാണുന്നുണ്ടോ മക്കളെ? ഇത് ഓക്കെ ആണോ? സംഭവം ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് ഒരു പോർഷനും കൂടി പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു കേൾക്കാം. ഇൻസൈഡ് ദ ഷെൽ, ഇൻസൈഡ് ദ ഷെൽ, ഇൻസൈഡ് ദ ഷെൽ, ഷെല്ലിന്റെ അകത്ത് നിങ്ങളൊരു റാൻഡം പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഗോഷ്യൻ സർഫസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എക്സ് വെച്ചിട്ട് ഒരു സർഫസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉൾപ്പെടുന്ന ഒരു സർഫസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗോഷ്യൻ സർഫസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വലിയ പണിയുള്ള കേസല്ല, ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഗോഷ്യൻ സർഫസ്. ഓക്കെ, ഇതാണ് ഗോഷ്യൻ സർഫസ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്തല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചത്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഞാൻ ഗോസ് തിയറം എഴുതി വെച്ചു. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പണിയുള്ളൂ. പക്ഷേ there is a problem. നിങ്ങൾ ഈ ഗോഷ്യൻ സർഫസ് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ.
ഇവിടെ ഈ ഗോഷ്യൻ സർഫസിന്റെ അകത്ത് എൻക്ലോസ്ഡ് ചാർജ് ഉണ്ടോ? സൂക്ഷിച്ചു നോക്ക്. ഉണ്ടോ? ഞാൻ കൺസിഡർ ചെയ്ത ചെറിയ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ചാർജ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഉറപ്പല്ലേ? അതായത് ഇവിടെ എൻക്ലോസ്ഡ് ചാർജ് ഇല്ലല്ലോ. ഞാൻ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തിട്ട് ഉള്ളിൽ എൻക്ലോസ്ഡ് ചാർജ് ഇല്ലല്ലോ. ഉറപ്പല്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? Q is equal to 0 അല്ലെ? So E equal to 0 ആയിരിക്കും. കണ്ട, ഉള്ളില് എൻക്ലോസ്ഡ്. ഞാൻ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്ത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്താലേ അതിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഗോഷ്യൻ സർഫസ് ഉള്ളിൽ ഞാൻ കൺസിഡർ ചെയ്തപ്പോ എൻക്ലോസ്ഡ് ചാർജ് ഇല്ല, ഉള്ളിൽ ചാർജ് ഇല്ല. ഓക്കെ, അപ്പൊ Q 0 ആണ്. സോ അവിടുത്തെ E എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലേ മക്കളെ? എന്താ ഇതിന്റെ മീനിങ്? ഒരു ചാർജ്ഡ് ഷെല്ല് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയും, നിങ്ങൾ ഒരു കാറിന്റെ അകത്ത് ഇരിക്കുകയാണ്, നല്ല ഇടി മഴയുള്ള സമയത്ത് ഇടിമിന്നൽ വന്നിട്ട് കാറിൽ തട്ടിക്കഴിഞ്ഞാൽ കാറ് മെറ്റാലിക് ബോഡിയാണ് പുറത്തുനിന്നുള്ളത് കൊണ്ട് ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും കാറിന് ചുറ്റും. കാറിലെ ബോഡീസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. പക്ഷെ അകത്തിരിക്കുന്ന നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല, നിങ്ങൾക്ക് മിന്നൽ ഏൽക്കില്ല. കാരണം അകത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അകത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ അകത്തൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് കൂട്ടി. നിങ്ങൾക്ക് ഇതൊരു മനുഷ്യനായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എഴുതിയേക്കാം. ഏകദേശം. റൈറ്റ്. നമ്മൾ ഫിസിക്സുകാർ എപ്പോഴും ഡയഗ്രം വരയ്ക്കുമ്പോൾ ലേബൽ ചെയ്യും. ലേബലിന്റെ ഡയഗ്രാണ് നമ്മൾ അടിസ്ഥാനം. ഓക്കെ, അപ്പൊ ഇതൊരു മനുഷ്യനാണ്. എപ്പോഴെങ്കിലും ഇടിമിന്നൽ വന്ന് ഈ ഷെല്ലിന്റെ ചുറ്റിലും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ ഉണ്ടായാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ മനുഷ്യന് മിന്നലേൽക്കും? ഇല്ല. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. അല്ലേ? എന്താ കാര്യം? ഉള്ളിൽ എൻക്ലോസ്ഡ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫീൽഡ് ഇല്ല. സോ ഇയാൾക്ക് ഷോക്ക് അടിക്കില്ല. ഓക്കെ അല്ലേ മക്കളെ? ഈ ഫിസിക്കൽ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ്. നമ്മളെന്താ വിളിക്കുന്നതിനെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ അകത്ത്, ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതാണ് മക്കളെ ഷീൽഡിങ്. ഇത് ഓക്കെ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അല്ലേ? എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഓക്കെ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. ഇനി ഒരു ഫ്രഷ് പേജ് കൊടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഒരു പുതിയ പേജ് എടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്ക്. റെഡി? ശ്രദ്ധിച്ച് കേൾക്ക്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഒരു കൺവെൻഷൻ ആണെങ്കിൽ നമ്മൾ ഈ പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും ഒന്ന്
ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും പഠിപ്പിക്കാറ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക, എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഫിസിക്സിൽ എല്ലാ സ്ഥലങ്ങളിലും പല ഏരിയാസിലും നിങ്ങൾക്ക് മെക്കാനിക്സിലായിക്കോട്ടെ ഇലക്ട്രിസിറ്റിയിലായിക്കോട്ടെ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇലക്ട്രിസിറ്റിയിലെ പൊട്ടൻഷ്യൽ എന്താന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വൈറ്റ് ബോർഡ് കണ്ടോ? ഈ വൈറ്റ് ബോർഡ്, ഈ ബോർഡ് മൊത്തമായിട്ട് നിങ്ങളൊരു ഏരിയ ആയിട്ട് എടുക്കുക, ഒരു സ്ഥലം. ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് മൊത്തമായിട്ട് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് ഈ ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതൊരു ഇലക്ട്രിക് എൻവയോൺമെന്റ് ആണ് ഈ ബോർഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ഒരു സോഴ്സ് ചാർജ് ഉണ്ടായിരിക്കും മക്കളെ, അതിനെപ്പറ്റി ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണക്കാരനായിട്ട് ഒരു ചാർജ് ഈ പരിസരത്ത് എവിടെയോ ഉണ്ടായിരിക്കും, അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ആ സോഴ്സ് ചാർജിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് ഈ ഒരു സർഫസിൽ എന്തുണ്ട്? ഫീൽഡ് ഉണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ? ജസ്റ്റ് നിങ്ങൾ ഈ വെളുത്ത ബോർഡ് കാണുന്നില്ലേ, ആ വെളുത്ത ബോർഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഒരു ഇലക്ട്രിക് എൻവയോൺമെന്റ് ആണിത്. അതിന് കാരണക്കാരനായിട്ട് ഒരു ചാർജ് ഉണ്ടായിരിക്കും. ഞാൻ അയാളെ കുറിച്ച് ബോധേഡേ അല്ല, ആരോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൂവർ ഇറ്റ് ഈസ്, അറിയില്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത്രയ്ക്ക് അറിയാം. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിന്റെ പേര് പി എന്നാണ്. ജസ്റ്റ് ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിന്റെ പേര് പി എന്നാണ്. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു യൂണിറ്റ് ചാർജ് എടുക്കും. യൂണിറ്റ് ചാർജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ്, ഒരു ഒന്ന് മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും, 1 അല്ലെ? ഒരു കുളും, അതാണ് ഒരു യൂണിറ്റ് ചാർജ് അല്ലെ മക്കളെ? അല്ലെ? ഞാനൊരു യൂണിറ്റ് ചാർജ് എടുത്തിട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. ശ്രദ്ധിച്ച് കേട്ടോ, അവിടെ ചാർജ് യൂണിറ്റ് ചാർജ് ആണ്. കൊണ്ടിട്ട് പ്ലേസ് ചെയ്യും. മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ഒരു എനർജി കിട്ടും. ആ ചാർജിന് എന്ത് കിട്ടും? ഒരു എനർജി. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂടാ. ഒരു ഇലക്ട്രിക് എൻവയോൺമെന്റ് ഞാൻ എടുത്തു, ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. ഞാൻ പറയുന്നത് എന്താ നിങ്ങളോട്? അങ്ങനെ ഞാൻ വെച്ചപ്പം ആ ചാർജിന്, വെച്ച ചാർജിന് ഒരു എനർജി കിട്ടും. പറ, മനസ്സിലായോ? വെച്ച ചാർജിന് എന്ത് കിട്ടും? എനർജി കിട്ടും. ക്ലിയർ ആണോ? ആണോ? That energy is known as potential. That energy is known as potential. അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനർജി കിട്ടുന്നത്? വെറുതെ എനർജി കിട്ടുന്നുണ്ട് പറഞ്ഞു തള്ളിയിട്ടാ പോരല്ലോ. എന്തുകൊണ്ടാണ് ഈ എനർജി കിട്ടണത് എന്നും കൂടി നമ്മൾക്ക് അറിയണ്ടേ? സിമ്പിളാ ആൻസർ മക്കളെ. ഞാന് ഈ യൂണിറ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മക്കളെ, ഞാൻ ഫീൽഡിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വെറുതെ ഹോം ഗ്രീൻ കുട്ടിച്ചാത്താന്ന് പറഞ്ഞ ചാർജ് അവിടെ പോയി നിൽക്കുവോ? ചാർജിന് അവിടെ കൊണ്ടുപോയി വെക്കാൻ ഞാൻ വർക്ക് ചെയ്യണ്ടേ മക്കളെ? പ്രത്യേകിച്ച് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ ചാർജിന് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ ഞാൻ വർക്ക് ചെയ്യണ്ടേ? ചെയ്യണ്ടേ മക്കളെ? ആ വർക്കാണടാ ഈ ചാർജിന്റെ മേലെ പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? അല്ലാതെ ചാർജ് വെറുതെ തുള്ളിച്ചാടി കയറി അവിടെ പോയി ഇരിക്കൂല. ഞാൻ ചാർജിനെ വർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, ആ വർക്കാണ് എനർജി ആയിട്ട് ആ ചാർജിന്റെ മുകളിൽ വരിക. ചാർജ് യൂണിറ്റ് ചാർജ് ആണെങ്കിൽ ദാറ്റ് സ്റ്റോർഡ് എനർജി ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ. മക്കളെ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ലോകത്ത് കിട്ടില്ല. കേട്ടു വെച്ചോ. നിങ്ങളൊരു യൂണിറ്റ് ചാർജിനെ ഒരു ഫീൽഡിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ആ ചാർജിന് കിട്ടുന്ന എനർജി, ഫീൽഡിൽ നിന്ന് ആ പോയിന്റിൽ കിട്ടുന്ന എനർജി, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് ആ പൊട്ടൻഷ്യൽ അതിന് കിട്ടണേ? നിങ്ങൾ ആ ചാർജിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന വർക്ക്, അതാണ് അതിന്റെ മുകളിൽ പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. മക്കളെ, ഇത് ഞാൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ നിലത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ?
നിങ്ങളുടെ റൂം മൊത്തമായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ ഈ കാണുന്ന പരിസരം മുഴുവൻ, നിങ്ങളെ ചുറ്റുവട്ടം മുഴുവൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലല്ലേ? അല്ലെ? നിങ്ങളുടെ പരിസരം മുഴുവൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലേ? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലല്ലേ നിങ്ങളെ പൊസിഷൻ മുഴുവൻ? ഏത് പോയിന്റ് എടുത്താലും അത് ഫീൽഡിലെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തൂടെ? അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് ചുറ്റുവട്ടത്ത് ഏത് പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, റൂമിന്റെ ഏത് ഭാഗത്ത്, പരിസരത്ത് ഏത് ഭാഗത്ത് നിങ്ങൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ആ മക്കളെ, ഭൂമിന്റെ സർഫസ് നിങ്ങൾ ഒരു യൂണിറ്റ് മാസിനെ പിക്ക് ചെയ്ത് എടുത്തു പൊന്തിച്ച്, ഗ്രാവിറ്റേഷൻ ഫീൽഡിന് അഗേൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇതിനെ പൊന്തിക്കാന്ന് പറയുമ്പോൾ, എടുത്തു പൊന്തിച്ചൊരു യൂണിറ്റ് മാസിനെ എടുത്തു പൊന്തിച്ച് ആ പോയിന്റിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾ എത്ര പണിയെടുക്കണം, എത്ര വർക്ക് ചെയ്യണം? അത്രയും വർക്ക് ആ ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ആ ഒബ്ജക്റ്റിന്റെ മേലെ ആ ഒബ്ജക്റ്റ് നിങ്ങൾ അവിടുന്ന് തള്ളി ഭൂമിയിലേക്ക് തള്ളിയിട്ടാൽ ആ പൊട്ടൻഷ്യൽ കൈനറ്റിക് ആയിട്ട് ഭൂമിയിലേക്ക് തന്നെ വീഴും ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത്? ഈ കൺസെപ്റ്റ് വൃത്തിക്ക് പഠിച്ചു വെച്ചോ. വർക്കാണ് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ആ ബോഡീന്റെ മേലെ അത് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യും. യൂണിറ്റ് മാസ് ആണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. പക്ഷെ യൂണിറ്റ് മാസ് അല്ല, യൂണിറ്റ് ചാർജ് ആണെങ്കിൽ നമ്മൾ ഇവിടെ പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ചാർജ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് തന്നെ പച്ചയ്ക്ക് പറയും. മനസ്സിലായോ? യൂണിറ്റ് ചാർജിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ എന്ന് മാന്യമായി പറയും. അതല്ല, ചാർജ് യൂണിറ്റ് ചാർജ് അല്ല, ഇപ്പൊ 2 കുളുമ്പോ 3 കുളുമ്പോ അല്ലെ 1.5 കുളുമ്പോ എന്തെങ്കിലും വന്നു കൂട്ടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന, ആ സ്റ്റോർഡ് വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വിളിക്കുക, ചാർജ് യൂണിറ്റ് അല്ലെങ്കിൽ. മനസ്സിലായോ? യൂണിറ്റ് ചാർജിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ നമ്മൾ സിംപ്ലി പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ചാർജ് യൂണിറ്റ് ചാർജ് അല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഡെഫിനറ്റ് എമൗണ്ട് ചാർജ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കൊണ്ടുവെക്കുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ഇത് ഈ ചാപ്റ്ററിന്റെ അടിത്തറയാണ്. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് ക്ലാരിഫൈ ചെയ്ത് പറയാൻ കാരണം ഇതാണ്. പല കുട്ടികൾക്കും പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഓക്കെ ആണോ? ഒരു ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ എടുക്കുന്നു, ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഒരു ചാർജിനെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ യു മസ്റ്റ് ഡു ദ വർക്ക്. നിങ്ങൾ വർക്ക് ചെയ്തേ മതിയാവും. ആ വർക്ക് ആ ചാർജിന്റെ മേലെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇസ് ഇറ്റ് റൈറ്റ്? ഓക്കെ മക്കളെ, കൺസെപ്റ്റ് നല്ല പച്ച വെള്ളം പോലെ പഠിച്ചു വെക്കുക. ഇതാണ് പൊട്ടൻഷ്യൽ. റെഡി? കേട്ടുവെച്ചോ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, പൊട്ടൻഷ്യലിനെ നമുക്ക് വി എന്ന് കൊടുക്കാം, വർക്ക് ബൈ ചാർജ് എന്ന് എഴുതാം. വർക്ക് ബൈ ചാർജ്, ഇത്ര ചാർജിനെ ഷിഫ്റ്റ് ചെയ്യാൻ ഇത്ര വർക്ക് വേണം. ഇപ്പൊ ചാർജ് യൂണിറ്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു വർക്ക്. ഇഫ് ചാർജ് ഈക്വൽ ടു 1 യൂണിറ്റ്, അത് യൂണിറ്റ് ചാർജ്, potential equal to work. Potential equal to work. സയൻസ് की മെറ്റീരിയൽ കയ്യിലില്ല എല്ലാവരും? ടോപ്പിക് 1 ഫുള്ള് വായിക്കുക, ടോപ്പിക് 2 വായിക്കണ്ട, ടോപ്പിക് 1 ഫുള്ള് വായിക്കുക. എന്നിട്ട് ഓക്കെ ആണോ നോക്ക്. ടോപ്പിക് 1 ഫുള്ള് വായിച്ചിട്ട് ഓക്കെ ആണോ നോക്ക്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ബേജാറാവണ്ട. ടോപ്പിക് 1 ഫുള്ള് വായിച്ചിട്ട് ഓക്കെ ആണോ നോക്ക്.
ഓക്കെ ആണെങ്കിൽ എനിക്കൊരു ഓക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കലാണ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന സബ് ഹെഡിങ് കൊടുക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന സബ് ഹെഡിങ് കൊടുക്കുക. ശ്രദ്ധിക്കാം. കൊടുത്തോ? ഇവിടെ ശ്രദ്ധിക്കേ പറയട്ടെ. പുതിയൊരു ഡെറിവേഷനിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്താണ്. എല്ലാ സ്റ്റെപ്പും ഞാൻ പറഞ്ഞുതരും, ഡയഗ്രാം ഞാൻ വരച്ചുതരും, ലേബലിംഗ് ഞാൻ ചെയ്തുതരും, കംപ്ലീറ്റ് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നവരെ ഞാൻ ബോർഡിൽ വർക്ക്ഔട്ട് ചെയ്തു തരും. പക്ഷെ പൊന്നു മക്കളെ, ഈ സാധനം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, കോപ്പി അടിച്ച് വെക്കരുത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, ഓരോ സ്റ്റെപ്പിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യുക, എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ചെയ്തതിന് ശേഷം നോട്ട് ബുക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുക. ഓക്കെ, ബോർഡ് നോക്കി അതേമാതിരി ഇങ്ങനെ വരച്ച് വെക്കരുത് നോട്ട്ബുക്കിലേക്ക്. ഓക്കെ, ബോർഡ് നോക്കാം, എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം, ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഒറ്റയ്ക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതണം. സമയം തരും. റെഡി അല്ലേ? ഇവിടെ ശ്രദ്ധിക്കും, എന്താണ് ചെയ്യുന്ന കാര്യം നോക്ക്. ഈ കൺസെപ്റ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ O എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തു. അതില് ഒരു പ്ലസ് ക്യാപിറ്റൽ Q ചാർജിനെ വെച്ചു. പലർക്കും സംശയം തോന്നും, ഇയാൾ എന്തിനാ അവിടെ ക്യാപിറ്റൽ Q ചാർജ് എന്ന് എഴുതിയത്? സോഴ്സ് ചാർജ് ആണ്, അതുകൊണ്ടാണ് എഴുതിയത് ക്യാപിറ്റൽ Q. ഞാൻ പണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സോഴ്സ് ചാർജ് ഉണ്ട്, ടെസ്റ്റ് ചാർജും ഉണ്ട്. സോഴ്സ് ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അയാൾക്ക് ഞാൻ ക്യാപിറ്റൽ Q എന്ന് കൊടുത്തു. അയാളുടെ R ഡിസ്റ്റൻസിൽ ഞാൻ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. R ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ചെറിയൊരു എലോങ്ങേഷൻ കൊടുത്തു. A, B, A, ഇൻഫിനിറ്റി, B, A, ഇൻഫിനിറ്റി. ഒന്നുമില്ല, ഇൻഫിനിറ്റി മുതൽ O വരെ, അതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് പോയിന്റ്, ഒന്ന് A, ഒന്ന് B, ഒന്ന് P. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് X. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് X. O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് R. എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. മനസ്സിലായോ? ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സോഴ്സ് ചാർജ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് P. അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. സ്വാഭാവികമായിട്ടും ഇൻഫിനിറ്റിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യാതെ ഒരു ചാർജിനെ അവിടുന്ന് Pയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഞാൻ ഈ ഒരു ചാർജിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലേ? കറക്റ്റ് ഓർ നോട്ട്? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഞാനത് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രീതിക്കാണ്. മക്കളെ, ഇൻഫിനിറ്റി നിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഒരു റാൻഡം 2 പോയിന്റ്സ് എടുക്കും, എയും ബിയും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് dx ആണ്.
എന്താണ് dx. ഓക്കെ, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എ മുതൽ ബി വരെ ചാർജിന് എത്തിക്കാൻ ചെറിയൊരു ഡിസ്റ്റൻസ് അല്ലേ dx എന്ന് പറയുന്നത്, ചെറിയൊരു ഡിസ്റ്റൻസ് dx ഡിസ്റ്റൻസ് കവർ ചെയ്യിപ്പിക്കാൻ, അതായത് ഫ്രം എ ടു ബി dx ഡിസ്റ്റൻസ് കവർ ചെയ്യിപ്പിക്കാൻ എത്ര വർക്ക് ചെയ്യണം നോക്കും. എന്നിട്ട് ആ വർക്കിനെ ഞാൻ ഇൻഫിനിറ്റി ടു ഈ പോയിന്റ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? അതായത് ചെറിയ വർക്ക് ഞാൻ കാണും, ആ ചെറിയ വർക്കിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും, അപ്പൊ ടോട്ടൽ വർക്ക് കിട്ടും. അതാണ് പൊട്ടൻഷ്യൽ. എന്റെ ഉദ്ദേശം അതാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി അതാണ്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് dx എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ്. ആ ചെറിയ ഡിസ്റ്റൻസിലേക്കുള്ള ഷിഫ്റ്റിങ്ങിന് വേണ്ട വർക്ക് dw ഞാൻ കാണും. ആ dw ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും. എവിടെ മുതൽ എവിടെ വരെ? ഇൻഫിനിറ്റി മുതൽ r വരെ, പിന്നുള്ള പോയിന്റ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ വർക്ക് കിട്ടും. ദാറ്റ് ഇസ് ദ പൊട്ടൻഷ്യൽ. അതാണ് എന്റെ ഉദ്ദേശം. അത് മനസ്സിലായോ? എന്റെ ഉദ്ദേശം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ശ്രദ്ധിക്കാം. dw is equal to f dot dx. dw is equal to f dot dx. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്താ കിട്ടുക? രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക മക്കളെ? ഒന്ന് പറഞ്ഞേ, ഇക്വേഷൻ ഒന്ന് പറഞ്ഞു, വെറുതെ ഒന്ന് പറഞ്ഞു. W is equal to ശ്രദ്ധിക്കണേ. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ശ്രദ്ധിക്കണം, ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരട്ടെ, അതിന് മുന്നേ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. dw is equal to f dot dx ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റും, f dx cos theta എന്ന് എഴുതാൻ പറ്റും. ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അതിനെ മറക്കരുത്. f dx cos theta എന്ന് എഴുതാൻ പറ്റും. ബട്ട് ഫോഴ്സും ഇങ്ങോട്ട് തന്നെ, ഡിസ്റ്റൻസ് ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണ്. സോ തീറ്റ is equal to 180 അല്ലേ? സോ is equal to മൈനസ് എഫ് ഡി എക്സ് എന്നാണ് വരിക അല്ലെ മക്കളെ? എന്താ വരിക? മൈനസ് എഫ് ഡി ഡബ്ല്യു. കാരണം കോസ് 180 മൈനസ് 1 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി ഇതിനെ പിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ എന്താ മക്കൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക? W is equal to minus. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റി മുതൽ r വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. dw ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. ഇൻഫിനിറ്റി ടു r f dx ചെയ്യും. ഓക്കെ, എന്താ എഫ് എന്ന് പറഞ്ഞാല്? ഫോഴ്സ് എന്താ മക്കളെ? എന്താ ഫോഴ്സ്? എന്താ? വൺ ബൈ 4 π 0 അല്ലേ? 2 ബൈ x സ്ക്വയർ ആണ്. ഓക്കെ, കാരണം യൂണിറ്റ് ചാർജിനാണല്ലോ കൊണ്ടുവരുന്നത്. യൂണിറ്റ് ചാർജിനാണ് കൊണ്ടുവരുന്നത്, അത് 1 ആണ്. യൂണിറ്റ് ചാർജിനാണ് കൊണ്ടുവരുന്നത്, അത് 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്ത, അവിടെ ക്യൂന്ന് മാത്രം കൊടുത്ത്. ഇവിടേക്ക് വേണം ഇൻറ്റു സ്മോൾ ക്യൂന്ന് കൊടുക്കാം. പക്ഷെ അത് യൂണിറ്റ് ചാർജ് ആയതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ? dx. ഓക്കെ അല്ലേ? ഇന്റഗ്രേറ്റ് മൈനസ് മൈനസ് 1 ബൈ അല്ലെങ്കിൽ q ബൈ 4 π എപ്സിലോൺ 0 ഇന്റഗ്രൽ dx ബൈ x സ്ക്വയർ. dx ബൈ x സ്ക്വയർ വരും അല്ലേ? ഇൻഫിനിറ്റി ടു r അല്ല മക്കളെ? dx ബൈ x സ്ക്വയർ ഇൻഫിനിറ്റി ടു r. x raised to minus 2 into dx അല്ലേ? dx ബൈ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ x ആണ്. ഇന്റഗ്രേഷൻ q ബൈ 4 π എപ്സിലോൺ 0 മൈനസ് 1 ബൈ x.
ഇൻഫിനിറ്റി ടു ആർ 1/x ഇൻഡിക്കേറ്റ് ചെയ്താൽ -1/x ആണ് കിട്ടുക അല്ലേ? ലിമിറ്റ് അപ്ലൈ മക്കളെ, അപ്പർ ലിമിറ്റ് ബൈ ലോവർ ലിമിറ്റ്, ലിമിറ്റ് അപ്ലൈ ഇസിക്കൽ ടു മൈനസ് q by 4 pi epsilon 0 into minus 1 by r minus minus രണ്ട് minus minus അല്ലേ? plus 1 by plus infinity അല്ലേ? infinity 0 അല്ലേ? ഇൻഫിനിറ്റി 0 വരും അല്ലേ മക്കളെ? ആ 1 by infinity 0 വരും. So w is equal to minus 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 plus ആവില്ലേ? plus q by 4 pi epsilon 0 r r r ഇവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ് കേട്ടോ. 1 by 4 pi epsilon 0 നമ്മൾ k എന്നാ വിളിക്കുക. അപ്പൊ w is equal to kq by r. ഓക്കെ, ഇത്രയും നോക്കുക. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കുക. കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യും. വേഗം ചെയ്തോ. ആ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ. Is it okay or not? എഴുതി ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞു. മക്കളെ, നിങ്ങളെ ബോട്ടണിയില് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ ഏതാ? സ്ട്രാറ്റജി കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ അറിയില്ല?
സാറേ കഴിഞ്ഞു. നിങ്ങൾക്ക് ബയോടെക്നോളജി അല്ലേ ഉള്ളത്? ഇന്നലെ JK സാർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ എടുത്ത? ഓക്കെ ഗുഡ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഇന്നലെ JK സാർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ എടുത്ത്? അത് എവിടെ വരെ എത്തി ടോപ്പിക്? നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എവിടെ വരെ എത്തി? ഒറ്റൊന്നിനും ബോധമില്ലടാ. പറയേ. ബാരിയർ വരെ എത്തി അല്ലേ? ശരി. ഓക്കെ ഈ കുറച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പം റീപ്രൊഡക്ഷണൽ ഡിസീസസ് ഒക്കെ പറഞ്ഞാൽ കഴിഞ്ഞു ഏകദേശം. ഓക്കെ ശ്രദ്ധിക്കട്ടോ. ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. പിന്നെ ഇതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. മക്കളെ ഞാൻ ഒരു പണി പറഞ്ഞ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളെ ഞാൻ നിർബന്ധിക്കൂല. നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ സമയത്തിനനുസരിച്ച്. കാരണം നിങ്ങൾ ചിലപ്പം സ്കൂളിലൊക്കെ നല്ല വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒന്ന് ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഞാൻ +1 അവസാന കാലഘട്ടത്തിലെ റിവിഷന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വലിയൊരു തടിച്ച മെറ്റീരിയൽ തന്നില്ലായിരുന്നു. കുറെ നോട്ട്സ്, കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. റിവിഷന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടി. അപ്പോ അതിന് ആ റിവിഷന്റെ മൊഡ്യൂളിലുള്ളത് അധികവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളും ഒക്കെയാണ്. ഓക്കെ. അല്ലാതെ ഞങ്ങൾ സ്വയംകൃതി പടച്ചുണ്ടാക്കുന്ന സാധനങ്ങളല്ല. ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഗവൺമെന്റ് ഇറക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഞങ്ങൾ റാൻഡംലി എന്തെങ്കിലും ചെയ്തോ എന്നിട്ട് വെറുതെ തന്നിട്ട് കാര്യമില്ല. ഗവൺമെന്റ് തരുന്ന റാൻഡം ക്വസ്റ്റ്യൻസ് നമ്മൾ പല സൈറ്റിൽ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് അത് ടൈപ്പ് ചെയ്ത് വൃത്തി അങ്ങനെ ആക്കി തരുന്നതാണ്. അപ്പോൾ അത് ഞാൻ തന്ന സമയത്ത് കുറെ കുട്ടികളൊക്കെ തുടക്കം മുതലേ വർക്ക് ചെയ്തത് കാരണം കുറച്ച് കുട്ടികൾക്കൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ചില കുട്ടികൾക്കൊന്നും അതിന്റെ പകുതി പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി സെക്കൻഡ് ഇയറിൽ അതേപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ. ആയിട്ടില്ല, ഏകദേശം ഇതൊന്ന് കഴിയട്ടെ. ഓക്കെ. പോർഷൻസ് ഒക്കെ ഒന്ന് ഏകദേശം ആവട്ടെ. നിങ്ങൾ 2ാം വോളിയം ബുക്കൊക്കെ ഒന്ന് തന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് തരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാച്ചാല് 2017 വരെ, അതായത് 2021 മുതൽ 2017 വരെ ഉള്ള ചോദ്യ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. എന്റെ അറിവ് ശരിയാണെങ്കിൽ 9 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. 9 സെറ്റ്. 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുകയാണെങ്കിൽ 9 സെറ്റ് ചോദ്യ പേപ്പർ ഉണ്ടാവും. കാരണം ഒരു കൊല്ലം സേ പരീക്ഷ ഉണ്ടാവും, പബ്ലിക് എക്സാം ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല ഒരു കൊല്ലം അല്ലേ? മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, സേ പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു 9 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യുക. വലിയ പണിയുള്ള കേസൊന്നല്ല. PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് സൈറ്റിൽ HS ലൈവിൽ കയറിയാൽ കിട്ടും, ഏത് സൈറ്റിലും കിട്ടും. ഇപ്പം എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ അടുത്തുണ്ട്, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ 2 മിനിറ്റിന്റെ പരിപാടി ഉണ്ട്. ഇരുന്ന് ഡൗൺലോഡ് ചെയ്തിടാം നിങ്ങളെ ഇതിലേക്ക്, ഫോണിലേക്ക്. എന്നിട്ട് ഇപ്പം ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രിക് ചാർജ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററും കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററും, അതാണല്ലോ ഇപ്പൊ 2 തീർന്നത്. അതിൽ വന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണ്ട, ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക.
ക്വസ്റ്റ്യൻസ് അതിന് പിക്ക് ചെയ്യുക, ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഒരു ദിവസം ഒറ്റ ചോദ്യ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഏറി പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി ഒരു 3 ചോദ്യം ഉണ്ടാവും മാക്സിമം. ഇലക്ട്രിക് ചാർജ് ഫീൽഡിൽ നിന്ന് ഒരു 3 ചോദ്യം ഉണ്ടാവും. ഏറിപ്പോയാൽ 4, 5, 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാണ്ടാവുള്ളൂ ഒരു ദിവസം. ഇങ്ങനെ ചെയ്യാം, മനസ്സിലായോ? എന്നിട്ട് ആ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് നല്ലോണം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടൊക്കെ ചെയ്തു. അപ്പൊ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് നല്ല സുഖമായിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഏറിപ്പോയാൽ 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അത്രേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്കുള്ള പ്രോബ്ലംസ്, നിങ്ങളെ ഡൗട്ട് ഒക്കെ കിട്ടും. മനസ്സിലാവുണ്ടോ? ഡൗട്ട്സ് ഒക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആ ചാപ്റ്റർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെ അറിയാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്, ആ ചാപ്റ്ററിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ 10,000 പ്രാവശ്യം വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ ചാപ്റ്ററിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെ മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് ഉള്ള സാധനങ്ങൾ മാത്രം ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അതിനെ മെച്ചം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറെ സമയം ലാഭം കിട്ടും. അപ്പൊ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ കുത്തിരിക്കുകയാണ്, നിങ്ങൾ 2-3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കുകയാണ്. അറിയാത്ത സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുക്കാനും പറ്റൂല. ഓക്കെ, അപ്പം നിങ്ങളുടെ സമയം കുറെ പോകും, നിങ്ങൾക്ക് അറിയാത്ത സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി കണ്ടെത്തി ചെയ്യും. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അറിയാലോ, റിവിഷന്റെ സമയത്ത് ആ മെറ്റീരിയൽസ് പോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടും. റിവിഷൻ തരുന്ന സമയത്ത് എന്തായാലും ആ സാധനങ്ങൾ തരും. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സമയം കൂടി കണ്ടിട്ടാണ് അത് തരിക. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഓക്കെ ആയിരിക്കാം. മനസ്സിലായോ? ഇപ്പൊ ഒരു കെമിസ്ട്രിയിൽ ഇപ്പൊ ഒരു കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യും? ബോണ്ടിങ് ഈ കൊല്ലം തന്നെയല്ലേ പഠിക്കാനുള്ളത്? കഴിഞ്ഞാലും പഠിച്ചാ എന്നാ പോട്ടെ. ഈ കൊല്ലം എന്തൊക്കെയൊക്കെ പഠിക്കുന്നില്ലേ? ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നില്ലേ? അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് എടുക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. മനസ്സിലായോ? ഒരു 7 കൊല്ലത്തെ 8 കൊല്ലത്തെ ചോദ്യ പേപ്പർ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും ആ ചാപ്റ്ററിൽ. മനസ്സിലായോ? ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കിട്ടും. ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് തന്നെ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റും. അത് പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മെച്ചമുണ്ടാവും. നിങ്ങളെ പഠനത്തിന്റെ സമയം കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് അറിയില്ല, നമ്മള് കുറച്ചുകൂടി ടൈം കുറച്ച് എഫക്റ്റ് കൂട്ടുക, ആ പരിപാടി നടക്കും. മനസ്സിലായി? അപ്പൊ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല പച്ചവെള്ളം പോലെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് NCERT എക്സസൈസ് മാത്രം ചെയ്താൽ മതി. വെറും NCERT എക്സസൈസ് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ മതി. നിങ്ങൾ NCERTന്റെ പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കണ്ട. മാത്സ് പച്ച വെള്ളമായിരിക്കും. NCERT എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഒരു ചാപ്റ്ററിൽ മൊത്തം NCERT എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും. മടിയന്മാരുണ്ട്, ഓരോടിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ നടക്കും, മടിച്ചു നടക്കും, നിങ്ങൾ കഴിച്ചിലാവൂല, പരീക്ഷയ്ക്ക് തോൽക്കും, സീറ്റ് കിട്ടൂല, കുത്തുവാളെടുത്ത് ഗതി കെട്ട് നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് അങ്ങനെയാണോ പഠിക്കാത്ത മടിയന്മാര്? സത്യം പറയാല്ല, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും പഠിക്കാത്തൊരു തോൽക്കണേ നീ അങ്ങനെ വിചാരിക്കും. ഞാൻ പ്രാർത്ഥിക്കലുണ്ട്, പഠിക്കാത്തൊരു തോൽക്കണം. ഓക്കെ, എന്നാലേ പഠിച്ചവർക്ക് ഒരു വില ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ല പിന്നെന്താ? മോശം? എന്ത് മോശം? ജി രാത്രി മുഴുവൻ കുത്തിരുന്ന് പഠിച്ച് വേറെ ഒരുത്തൻ തീരെ പഠിക്കാതെ പോയി, അണക്ക് പോകാൻ ഒരേ മാർക്ക്, മോശല്ലേ? അതല്ലേ മോശം? അതൊക്കെ അസൂയല്ല, അങ്ങനെയൊന്നും പാടില്ല, അങ്ങ് മോശം. അതൊക്കെ നോക്കാം. റെഡി? അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ ഒരു 10-50 ചോദ്യങ്ങൾ ഒരു ചാപ്റ്ററിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചമില്ലാത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്ന കാണാൻ. അപ്പൊ അത് ക്ലിയർ ചെയ്താൽ മതി. അത് ക്ലിയർ ചെയ്താൽ തന്നെ ആ ചാപ്റ്റർ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു 10-30 ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ ആ ചാപ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. നല്ല ഹീറ്റിലേക്ക് നിൽക്കുന്നുണ്ടാവും, നല്ല വർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങള് കുറെയൊക്കെ നിങ്ങള് ഇപ്പൊ എന്നോട് പേഴ്സണലി സംഭവം സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നല്ല എളുപ്പമായിരുന്നു +1. പക്ഷെ കുറെ ആൾക്കാർ ഇപ്പൊ കോഴിക്കോടൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന പല സ്ഥലത്തും കുറെ കുട്ടികൾ എന്നോട് ഭയങ്കര ടഫാ ചോദ്യ പേപ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇപ്പം ഞാന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറിയിൽ കോഴിക്കോട് ക്ലാസ് എടുക്കുന്ന സെന്റ് മേരീസിൽ, സ്കൂൾ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പം അവിടുത്തെ പിള്ളേരൊക്കെ അവിടെ വലിയൊരു ടീമുണ്ട്, ഒന്നും പഠിക്കില്ല, മടിയന്മാരെ. അപ്പോ ഇതേമാതിരി എന്നോട് പറഞ്ഞു ഭയങ്കര ടഫാണ് ഫിസിക്സ്, പ്രത്യേകിച്ച് ഭയങ്കര അവസ്ഥയായി പോയി, കെമിസ്ട്രിയും ഭയങ്കര ടഫായി പോയി. പക്ഷെ കെമിസ്ട്രീനേക്കാൾ ഒരു പടി കൂടി എളുപ്പമാണ് ഫിസിക്സ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ലേശം കൂടി എളുപ്പമല്ലേ ഫിസിക്സ് കെമിസ്ട്രീനേക്കാളും അന്ന് എക്സാമിന്? ഫിസിക്സ് കുറച്ച് എളുപ്പമായിരുന്നു. ഫിസിക്സ് കുറച്ച് എളുപ്പം തന്നെയാ, ഞാൻ പറഞ്ഞിട്ട് ഒരു വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ട് ഓർക്ക് വിശ്വാസം വേണം. എന്താ ചെയ്യാം, ഓർക്ക് ഭയങ്കര ടഫ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണ്, ഫിസിക്സും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പഠിക്കാത്തോണ്ടാ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത കുട്ടികളുണ്ട്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നല്ല റിസൾട്ട് ഉണ്ടാവും, ബേജാറാന്ന് വേണ്ട. റെഡി? ഇല്ലെങ്കിലും നമുക്ക് ഇനിയിപ്പോ എന്നെ കുറഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാം, ബേജാറാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്, റിസൾട്ട് വരട്ടെ. അതിനൊക്കെ അപ്പത്തെ കാര്യത്തിനനുസരിച്ച് ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോ W ഈക്വൽ ടു V ഈക്വൽ ടു KQ ബൈ R സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. KQ ബൈ R, KQ ബൈ R സ്ക്വയർ, KQ ബൈ R. റെഡി അല്ലേ? രണ്ട് പ്രോബ്ലം ചെയ്യാം, അതിനുശേഷം മുന്നോട്ട് പോകാം. ഒരു ഇക്വേഷൻ കിട്ടിയതല്ലേ, പ്രോബ്ലം ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകാം? ചെയ്തോ. Six microcoulomb charge is situated on a conducting surface, on a conducting surface, calculate the potential at a point 3 meters away from the source charge. 3 meters away from the source charge. 3 meters away from the source charge. സാർ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പറയാം സാറേ. 18 × 10⁻³ ആണോ? യെസ് അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 18 × 10⁻³ ആയിരിക്കും, ഞാൻ പറഞ്ഞുതരാം. എത്ര ചാർജ്? എത്ര എഴുതണ? 6 മൈക്രോകൂളംബ് അല്ലേ? ചാർജ് 6 മൈക്രോകൂളംബ് ആണ്. അഭിനന്ദ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാ. 6 microcoulomb charge is situated on a conducting surface. Calculate potential at a point 3 meter away from the charge. Away from the charge അല്ലെ away from the source charge. മനസ്സിലായോ മോനെ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ഗുഡ്. ചെയ്തോക്കാം, വെറുതെ ഒന്ന് ചെയ്തോക്കാം രസത്തിന്. 9 × 10⁻⁹ into 6 × 10⁻⁻6 divided by 3. 9 അല്ലേ? 3 അല്ലേ? സോറി 3. 18 × 10⁻³ 10⁻³ യൂണിറ്റ് എന്താ? പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്താ?
ജൂൾ പെർ കൂളും അല്ലെ? യെസ്, ജൂൾ പെർ കൂളും. ജൂൾ പെർ കൂളും. ഓക്കെ, റെഡി അല്ലേ? മക്കളെ ടോപ്പിക് 2 ഫുൾ ആയിട്ട് നോക്കിയിട്ട് ഓക്കെ ആണോ നോക്ക്. ടോപ്പിക് 2 ഫുൾ ആയിട്ട് നോക്കിയിട്ട് ഇത് ഓക്കെ ആണോ നോക്ക്. ഓക്കെ, മക്കളെ പറയട്ടെ. ആ നോട്ടില് ഒരു ക്വസ്റ്റ്യൻ കാണാം, നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. ഒരു ചോദ്യം കാണാം. ക്വസ്റ്റ്യൻ 1 Q1 കാണാം. Q1 ഒന്ന് വായിച്ചേ. ഷഹാനഫീദ് ഒന്ന് വായിച്ചേ മോളെ, ക്വസ്റ്റ്യൻ വായിച്ചേ. Q1 ഒന്ന് വായിച്ചേ. What is the electrostatic potential at the Ah. surface of a silver nucleus of diameter 12.4 Fermi? Atomic number for silver is 47. 47. യെസ്. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the surface of a silver nucleus of diameter 12.4 Fermi. Fermi എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ് റേഞ്ച് കേട്ടോ. അറ്റോമിക് നമ്പർ ഓഫ് സിൽവർ ഇസ് 47. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരും. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിൽവർ ന്യൂക്ലിയസ് എന്നൊക്കെ കണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ മാതിരിയൊക്കെ തോന്നും. വിഷയാക്കണ്ട, ഞാൻ പറഞ്ഞുതരും. സാറേ ചാർജ് 47 × 1.6 × 10⁻⁻⁹ ചാർജ് 47 × 1.6 × 10⁻⁻⁹ കുളുമ്പ് എടുക്കുക. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഫെമിന്റെ ഡയമീറ്റർ നേരെ പകുതി എടുക്കുക, അപ്പൊ റേഡിയസ് കിട്ടും. റേഡിയസും കിട്ടി, ചാർജും കിട്ടി, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ചില കുട്ടികൾക്ക് ഇത് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു അറിയുന്നവർ ചെയ്തോ കേട്ടോ. അറിയുന്നവർ ഒറ്റയ്ക്ക് ചെയ്തോ, എന്നെ നോക്കണ്ട. അറിയുന്നവർ ഒറ്റയ്ക്ക് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡയാമീറ്റർ D is equal to 12.4 Fermi. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 12.4/2 അല്ലെ? എന്തായിരിക്കും? 6.2 Fermi അല്ലെ മക്കളെ?
6.2 for me എന്ന് പറഞ്ഞാല് 6.2 into 10 10 raised to raised to minus 15 minus 15 meter. ചാർജ് Q is equal to ZE ആണ്. അറിയാത്തൊരു ഫോർമുല അറിയാത്തൊരു നോക്കി വെച്ചോ. ഒരു 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 ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞിട്ട് ആറ്റത്തിലെ ടോട്ടൽ ചാർജ് കാണാൻ പറഞ്ഞാൽ Q equal to ZD ആണ് റിലേഷൻ, ZE. ഓക്കെ, ടോട്ടൽ അറ്റോമിക് നമ്പർ ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് കിട്ടും ആറ്റത്തിന്റെ. ഓക്കെ, ഫിസിക്കൽ ടു 47 ഇൻറ്റു 10 raised 1.6 ഇൻറ്റു 10 raised to minus 19 കുളൂം അല്ലെ? എത്ര കിട്ടും? പറ ചാർജ് എത്രയാ ടോട്ടല്? കാൽക്കുലേറ്റർ പഠിയാ നേർക്ക് ചെയ്. 75.2 into 10 raised to minus 9. 75.2 into 10 raised to minus 90. minus 90. ഓക്കെ, അതായത് 7.52 10 raised to minus 20 അല്ലേ? 7.52 into 10 raised to minus 20 കുളൂം. ഇനി ആണല്ലേ മക്കളെ? ഇത്രയും കിട്ടിയാലായിരിക്കും സംശയം എന്നോട് ഇപ്പൊ ചോദിച്ചോളി. ഞാൻ അങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ട് പോണില്ല. കിട്ടിയ ഡൗട്ടുള്ളവർ എന്നോട് ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കിട്ടിയാല് ഏതെങ്കിലും സ്റ്റെപ്പിൽ, ഏത് സ്റ്റെപ്പിലാണെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. മക്കളെ ഓക്കെ ആണോ? പറ, ഓക്കെ ആണോന്ന് പറ. ഓക്കെ, yes. 9 into 10 raised to 9 into 7.5 into 10 raised to minus 20 by ആറല്ലേ? 6.2 into 10 raised to minus 15. കിട്ടി. ഒന്ന് പറഞ്ഞവനെ എത്ര കിട്ടണേ? 109.16 into 10 raised to 5. 109.16 into 10 raised to 5. ആണോ? അല്ലേ? 1.09 into 10 raised to 7 ആണോ? സർ, എല്ലാവർക്കും തന്നെയാണോ കിട്ടണേ? ഓക്കെ, എല്ലാരും ഓൾ ഓഫ് എല്ലാരും പറയും. അപ്പൊ ടോപ്പിക് 2 കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്ത ടോപ്പിക് 3 ഹെഡിങ് കൊടുക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഹെഡിങ് കൊടുക്കുക. ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഹെഡിങ് കൊടുക്കുക. മക്കളെ, ഇതുവരെ എടുത്ത അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇതുവരെ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഒന്ന് പറഞ്ഞത്. ഇത്രയും ഞാനിപ്പോ ടോപ്പിക് വൈസ് എന്ന് പറയുന്നുള്ളൂ. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു എക്സ്റ്റൻഷനും കൂടി പറയാനുണ്ട്. അതും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പരമാവധി ലൈവിൽ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാം. റെഡി അല്ലേ? ശ്രദ്ധിക്കും മക്കളെ, പൊട്ടൻഷ്യൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ?
പൊട്ടൻഷ്യൽ സ്കേലാർ ആണ്. പൊട്ടൻഷ്യൽ എന്താണ്? സ്കേലാർ ആണ്. സ്കേലാർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ പൊട്ടൻഷ്യലിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റും എന്നർത്ഥം. മനസ്സിലായോ? സ്കേലാർ ആണെങ്കിലുള്ള ഗുണം അതാണ്. നോർമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യൽ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? പൊട്ടൻഷ്യൽ സ്കേലാർ ആണ്. പൊട്ടൻഷ്യൽ ഇസ് നോട്ട് എ വെക്റ്റർ. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ വിഷയമേ അല്ല. റെഡിയാണോ മക്കളെ? ഡയറക്ഷൻ എന്തല്ല, വിഷയമേ അല്ല. പൊട്ടൻഷ്യൽ എന്താണ്? സ്കേലാർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചാർജ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യണം. ഒരു ചാർജ്ഡ് സിസ്റ്റം നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടണം. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടണം. ശ്രദ്ധിച്ചു കാര്യം കേട്ടോ. ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടണം. ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് ചാർജ് എടുക്കും. Q1, Q2, Q3, Q4 ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. Q1 മുതൽ P ലേക്കുള്ള ഡിസ്റ്റൻസ് R1, Q2 ലേക്കുള്ള ഡിസ്റ്റൻസ് R2, ഇത് R3, R4. നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഞാൻ എടുത്തു. മക്കളെ, ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ചാർജസ് കാരണമുള്ള പൊട്ടൻഷ്യൽസിന്റെ സം ആയിരിക്കും. ഓക്കെ, അതായത് V is equal to V1 plus V2 plus V2 plus V3 plus V4. V4. ഇതെങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? K Q1 by 1 by R1 plus K K Q2 by R2 plus R2 plus K Q3 by R3 R3 plus K Q4 by R4. 4 by R4. K പുറത്തേക്ക് എടുക്കും. K into 4 by epsilon 0. Q1 Q1 by R1 R1 plus Q2 by R2 plus R2 plus Q3 by R3 plus R3 plus Q4 by R4. കുറെ ചാർജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ പൊട്ടൻഷ്യൽസ് തമ്മിൽ കൂട്ടിയാൽ മതി. ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. V is equal to ഒരു സിഗ്മ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. V is equal to 1 by 4 pi epsilon 0 sigma I is equal to I 1 is to equal n to 1 to n Qn by Qi by R. ഇങ്ങനെ സം ചെയ്യാൻ പറ്റും. ജനറൽ ഫോമിലായിട്ട് നമുക്ക് എഴുതി വെക്കാം. മക്കളെ, ടോപ്പിക് 3 ഒന്ന് വായിച്ചിട്ട് ഓക്കെ ആണോ നോക്ക്. ടോപ്പിക് 3 വായിച്ചിട്ട് ഓക്കെ ആണോ നോക്ക്. ടോപ്പിക് 3 റെഡി അല്ലേ? അല്ലേ? ഒരു ഓക്കെ പറ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ലീവ് ചെയ്യാം. താങ്ക് യു. Thank you, sir. So
സാറേ